പരലോകത്തെ ബോധ്യപ്പെട്ട ഒരു വ്യക്തി, അയാള് ഇടപെടുമ്പോ സംസാരിക്കുമ്പോ എല്ലാ ഇടങ്ങളിലും അയാൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അയാൾക്കൊരു എന്താ പറയാ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, അയാൾക്കൊരു ഒരു കൃത്യമായ ഒരു നിർദ്ദേശത്തിന്റെ ഒരു ചാർട്ടർ ഉണ്ട്. അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുള്ളൂ. അയാൾ എത്തി നോക്കില്ല, അയാൾ ഒളിഞ്ഞു നോക്കില്ല, മറ്റുള്ളവന്റെ അഭിമാനത്തിന്റെ നേരെ കൈവക്കില്ല. എന്റെ പരലോകം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് അല്ലെ. എനിക്കറിയാം, ഒരു സുഹൃത്ത്, ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടി, ജസ്റ്റ് മെഡിസിൻ കഴിഞ്ഞൊരു പയ്യൻ വന്നു. എന്റെ വാപ്പ ഞങ്ങളുടെ അയലോക്കത്തുള്ള എത്തീം കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പണം ചോദിച്ചപ്പോ ആ സ്ത്രീയുടെ ആധാരം വാങ്ങി അവർക്ക് പണം കൊടുത്തിരിക്കുന്നു, വളരെ ചെറിയ വിലക്ക്. എന്റെ വാപ്പ ആ കാക്ക എന്നാണ് കുട്ടി പ്രയോഗിച്ചത്. എന്റെ വാപ്പ ആ കാക്ക ആർത്തി തീരൂല, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എന്റെ വാപ്പാന്റെ ഒരു സ്വത്തും എനിക്ക് വേണ്ടെന്ന് ഞാൻ വാപ്പാനോട് പറയാൻ പോണ. അതിന്റെ മുമ്പ് ഒരു അഡ്വൈസ് ചോദിക്കാൻ വിളിച്ചതാണ്. അപ്പോ അവരോട് 3 മക്കളോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ വാപ്പാനോട് തുറന്നു പറയാം, ഇത് ശരിയായില്ല എന്ന്, ഇത് ശരിയായില്ല. എന്താണ് അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്? പരലോകമാണ്. അയാൾ നമ്മളെടുത്ത് വന്നപ്പോ വിശദമായി പറയാൻ സമയമല്ല, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, ഞാൻ എന്താ വേണ്ടത്? നിങ്ങൾ ആ കുട്ടിന്റെ വാപ്പല്ലാത്തല്ലേ, ആ കുട്ടിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ കല്യാണമാണ് നടത്തി കൊടുക്കും, അതാ വേണ്ടത്? അതെ. ഞാൻ കൊടുത്ത കാലിച്ചായ വലിച്ചു കുടിച്ചിട്ട് അയാൾ വണ്ടി ഓടിച്ചു പോയി. ഈ മനുഷ്യരൊക്കെ സൃഷ്ടിക്കണത് എന്താ? പരലോക. ആധാരം അവിടെ കൊണ്ടേ കൊടുത്തു, കല്യാണം കെങ്കേമമായി നടത്തി കൊടുത്തു. ഞാനും അറബിയിലേക്കൊന്നും പോണില്ല, എന്റെയും നിങ്ങളുടെയും കൺമുന്നിലെ കാഴ്ചയാണ് ഞാൻ പറയുന്നത്. ഖുർആൻ എക്സ്പയറിയാണ്, സാധനമൊന്നുമല്ല. നമ്മൾ അതിനെ പഠിച്ച് സമീപിക്കുകയാണെങ്കിൽ അത് നമ്മളെ പുതിയ വ്യക്തിയാക്കി മാറ്റും.